Hey guys, welcome back to the channel Neat Physics. ഞാൻ ഗോപു ചന്ദ്രൻ. അപ്പോൾ നമ്മൾ കൈനമാറ്റിക്സ് മൂന്നാമത്തെ പാർട്ടിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഈ പാർട്ടിൽ നമ്മൾ മെയിൻ ആയിട്ട് പ്രൊജക്ടൈൽ മോഷനായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പ്രീവിയസ് നീറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ കാണുന്നതിന് മുമ്പ് തിയറി ഒന്ന് റിവൈസ് ചെയ്ത ശേഷം കാണാൻ ശ്രമിക്കുക. ദെൻ ഇതിന് മുൻപുള്ള പാർട്സ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. So here ചോദ്യം ശ്രദ്ധിക്കുക. When an object is shot from the bottom of a long smooth inclined plane kept at an angle 60 degree with the horizontal, it can travel a distance x1 along the plane, but when the inclination is decreased to 30 degree, the same object is shot with same velocity, it can travel x2 distance. What is x1 by x2? അത് പറയുന്നതിന് മുൻപ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലെ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ തീറ്റ. ഒരു ബോഡി മുകളിലോട്ടേക്ക് പോവുകയാണെങ്കിൽ റിട്ടാർഡേഷൻ ആയിരിക്കും, താഴത്തോട്ടേക്ക് വരികയാണെങ്കിൽ എന്തായിരിക്കും? എക്സലറേഷൻ ആയിരിക്കും. ഓക്കെ, മുകളിലോട്ടാണെങ്കിൽ സ്പീഡ് കുറയും, താഴത്തേക്കാണെങ്കിൽ സ്പീഡ് കൂടും. സോ താഴത്തേക്ക് എക്സലറേഷൻ, മുകളിലോട്ടേക്ക് റിട്ടാർഡേഷൻ. രണ്ട് കേസിലും വെദർ ഇറ്റ് ഈസ് എക്സലറേഷൻ ഓർ റിട്ടാർഡേഷൻ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ജി സൈൻ തീറ്റ ആയിരിക്കും. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ജി ഇൻറ്റു സൈൻ തീറ്റ ആയിരിക്കും. ഇൻക്ലൈൻഡ് പ്ലെയിനിന്റെ കേസാണ് പറയുന്നത്. അപ്പൊ ഈ കാര്യം നമുക്ക് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലൊക്കെ ഉപയോഗപ്പെടും. ലോസ് ഓഫ് മോഷൻ അവിടെയൊക്കെ വേറെ ആവശ്യം വരും. ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്? ഓക്കെ, ഇപ്പൊ ഈ ബോഡി മുകളിലോട്ടേക്കാണ് പോകുന്നത്. സോ മുകളിലോട്ട് പോവാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് 2as. ഞാൻ മൈനസ് എടുക്കാൻ കാരണം റിട്ടാർഡേഷൻ ആണ്. സോ അത് മാക്സിമം ഡിസ്റ്റൻസിൽ എത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി 0 ആകും. അപ്പൊ നിങ്ങൾക്ക് യു സ്ക്വയർ മൈനസ് 2as എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ യു സ്ക്വയർ ഈക്വൽ ടു 2as ആയിരിക്കും അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? s ഈക്വൽ ടു യു സ്ക്വയർ ബൈ 2a എന്ന് കിട്ടും. s ഈക്വൽ ടു എന്ത് കിട്ടും? യു സ്ക്വയർ ബൈ 2a. അപ്പൊ ക്ലിയർലി ഇവിടെ യു എന്ന് പറയുന്നത് സെയിം ആണെന്ന് പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ അല്ലെ? യു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് എടുക്കാം? ഡിസ്റ്റൻസ് ട്രാവൽ എന്ന് വെച്ചാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എക്സലറേഷൻ ആയിരിക്കും. That is inversely proportional to g sin theta ആയിരിക്കും. g യും കോൺസ്റ്റന്റ് അല്ലേ? g യും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഡിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റ ആയിരിക്കും. ഇവിടെ ഡിസ്റ്റൻസ് x എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ തൽക്കാലം s1 by s2 ഈക്വൽ ടു എന്ത് എഴുതാം? തിരിച്ചു വരും, സൈൻ തീറ്റ 2 by സൈൻ തീറ്റ 1 എന്ന് വരും. s1 എന്ന് പറയുന്നത് x1 ആണ്, s2 എന്ന് പറയുന്നത് x2 ആണ്. സൈൻ തീറ്റ 2 എന്ന് പറയുന്നത് സൈൻ 30 ഡിഗ്രി ആണ്, തീറ്റ 1 എന്ന് പറയുന്നത് സൈൻ 60 ഡിഗ്രി ആണ്. അപ്പൊ സൈൻ 30ന്റെ വാല്യൂ 1/2 ആണ്, സൈൻ 60ന്റെ വാല്യൂ √3/2 ആണ്. 2 ക്യാൻസൽ ആകുമ്പോൾ നിങ്ങൾക്ക് x1 by x2 എന്ത് കിട്ടും? 1:√3 എന്ന് കിട്ടും. 1:√3, ഓപ്ഷൻ ഡി. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇൻക്ലൈൻഡ് പ്ലെയിനിലെ എക്സലറേഷൻ ഓഫ് ദി ബോഡി ജി സൈൻ തീറ്റ. സ്ലൈഡിംഗ് ആണെങ്കിൽ കേട്ടോ, റോളിംഗ് ആണെങ്കിൽ മാറും, അത് ചാപ്റ്റർ വരുമ്പോൾ പറയാം. ഓക്കെ ഫൈൻ. അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. സോ പ്രൊജക്ടൈൽ മോഷൻ അതുപോലെ ഒരു ചോദ്യമാണ്, നേരത്തെ പോലെ 2014 ചോദിച്ച ചോദ്യമാണ്. A projectile is fired from the surface of the earth with a velocity 5 meter per second at an angle theta. അപ്പോൾ ഭൂമിയിൽ നിന്നാണ് പ്രൊജക്ട് ചെയ്യുന്നതെങ്കിൽ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡും ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തീറ്റ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി വേറൊരു പ്ലാനറ്റ് ആണ്, നമ്മൾ ഇതേ വെലോസിറ്റി അല്ല, വേറൊരു വെലോസിറ്റിയിലാണ് പ്രൊജക്ട് ചെയ്യുന്നത്, പക്ഷെ സെയിം ആംഗിൾ ആണ്. ഓക്കെ, follows a trajectory which is identical with the trajectory of projectile fired from the earth. ഇവിടെ പറയുന്ന കാര്യം ഇത് ശ്രദ്ധിക്കേട്ടോ, നമ്മൾ ഭൂമിയിൽ നിന്നും പ്രൊജക്ട് ചെയ്യുമ്പോഴും പ്ലാനറ്റിൽ നിന്നും പ്രൊജക്ട് ചെയ്യുമ്പോഴും രണ്ട് ട്രജക്ടറിയും ഐഡന്റിക്കൽ ആണെന്നാണ് പറയുന്നത്. ഐഡന്റിക്കൽ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇവിടെ ഓൾറെഡി ആംഗിൾ സെയിം ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഐഡന്റിക്കൽ ട്രജക്ടറി എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? ഐഡന്റിക്കൽ ട്രജക്ടറി, സെയിം ട്രജക്ടറി. അവിടെ റേഞ്ചും ഹൈറ്റ് ഒക്കെ എന്തായിരിക്കും? രണ്ട് കേസിലും സെയിം ആയിരിക്കും. റേഞ്ചും ഹൈറ്റും ഒക്കെ r1 ഈക്വൽ ടു r2 ആയിരിക്കും, h1 ഈക്വൽ ടു h2. രണ്ട് പ്ലാനറ്റിലും ഹൊറിസോണ്ടൽ റേഞ്ചും മാക്സിമം ഹൈറ്റ് ഒക്കെ ഈക്വൽ ആയിരിക്കും. അതാണ് ഐഡന്റിക്കൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ റേഞ്ച് നമുക്ക് ഏതാണെങ്കിലും ചൂസ് ചെയ്യും. പിന്നെ റേഞ്ച് ചൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇക്വേഷൻ യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി ആണ്.
അല്ലെങ്കിൽ ഹൈറ്റ് ചൂസ് ചെയ്യുകയാണെങ്കിൽ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g ആണ്. ഇപ്പൊ രണ്ട് കേസിലും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ആംഗിൾ സെയിം ആണ്. അപ്പൊ റേഞ്ചും ഹൈറ്റ് ഒക്കെ സെയിം ആണെങ്കിൽ അതിനർത്ഥം എന്താ, യു സ്ക്വയർ ബൈ ജി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. പ്ലാനറ്റ് ആണെങ്കിലും ശരി എർത്ത് ആണെങ്കിലും ശരി യു സ്ക്വയർ ബൈ ജി കോൺസ്റ്റന്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ ജി പ്രൊപ്പോർഷണൽ ടു റൂട്ട് യു ആയിരിക്കും. അതിലർത്ഥം അല്ലേ, ജി പ്രൊപ്പോർഷണൽ ടു യു സ്ക്വയർ എന്നല്ല അർത്ഥം, ഓർ ജി യു സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു ജി, അങ്ങനെയല്ലേ. യു സ്ക്വയർ ഷുഡ് ബി പ്രൊപ്പോർഷണൽ ടു ജി ആയിരിക്കും, ഓർ ജി പ്രൊപ്പോർഷണൽ ടു യു. സോ ജി പ്ലാനറ്റ് ബൈ ജി എർത്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, യു പ്ലാനറ്റ് ബൈ യു എർത്ത് എന്ന് കിട്ടും. സോ ജി പ്ലാനറ്റ് ബൈ 9.8 ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് യു പ്ലാനറ്റ് എത്രയാ, 3 കിട്ടും ബൈ 5 എന്ന് കിട്ടും. 3/5 റൂട്ട് 3 ബൈ റൂട്ട് 5. സോ ജി പ്ലാനറ്റ് ഈക്വൽ ടു എന്ത് കിട്ടും, 9.8 ഇൻറ്റു റൂട്ട് 3 ബൈ റൂട്ട് 5. 9.8 ഡിവൈഡഡ് ബൈ റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 ബൈ റൂട്ട് 5. ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, റൂട്ട് 3 ബൈ റൂട്ട് 5 ചെയ്യുമ്പോൾ എന്ത് കിട്ടും, എന്താ കിട്ടുക, 9.8 ഇൻറ്റു ഇത് 1.4 കൊടുക്കുക, ഇതിന് 2.5 കൊടുക്കുക അല്ലെ. അപ്രോക്സിമേറ്റ്ലി 3.5 അടുത്തായിരിക്കും ഉത്തരം വരുന്നത്. 15/25 3/5 ആണോ, നമുക്കാണെങ്കിൽ 10 തന്നെ കൊടുക്കുക. 10/2.5 എത്രയാ, 10/2.5 4 into 1.4, അപ്പോൾ 5 പോയിന്റ് വരുന്നത് അല്ലേ, 5 പോയിന്റ് സംതിങ് ആ വരിക. ഓപ്ഷൻ ബി അല്ലേ, ഓപ്ഷൻ ബി അല്ലേ. 1.4/2.5 എന്ന് പറയുമ്പോൾ 15/25, അപ്പൊ നിങ്ങൾക്ക് 3/5 എന്ന് കിട്ടും. 0.6 ആ 6ന്റെ അടുത്ത് വരും, അത്രേ ഉള്ളൂ. അപ്പൊ ഓപ്ഷൻ ബി എന്ന് കിട്ടും. അടുത്ത ചോദ്യം, ഈ ഒരു ചോദ്യം ശ്രദ്ധിക്കുക. വെലോസിറ്റി ഓഫ് പ്രൊജക്ടൈൽ അറ്റ് ഇനിഷ്യൽ പോയിന്റ്, ഇവിടുത്തെ വെലോസിറ്റി വന്നിട്ടുണ്ട് 2y + 3j. അപ്പൊ പോയിന്റ് ബിയിലെ വെലോസിറ്റി എന്താണെന്നാ ചോദ്യം. പോയിന്റ് ബിയിലെ വെലോസിറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മള് വെലോസിറ്റി എന്ന് പറയുന്നത് പ്രൊജക്ട് ചെയ്യുന്ന സമയത്തും തിരിച്ച് ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുന്ന സമയത്തും സെയിം ആയിരിക്കും. ഓക്കെ, velocity with which the body is projected will be same as velocity with which it hits the ground. പക്ഷെ ഇവിടെ ഡയറക്ഷൻ കൂടി കൺസിഡർ ചെയ്യണം. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ അങ്ങനെയല്ലേ, ഇവിടെ മുകളിലോട്ടേക്ക് പോകുന്നു, 2y + 3j എന്ന് വെച്ചാൽ മുകളിലോട്ടേക്ക്. അപ്പൊ ഇവിടെ അതിനർത്ഥം ഇത് 2y ആയിരിക്കും, മുകളിലോട്ടേക്ക് 2y ആയിരിക്കും, സോറി 3j ഇങ്ങോട്ടേക്ക് 2y. ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് ഹൊറിസോണ്ടൽ കമ്പോണന്റും വെർട്ടിക്കൽ കമ്പോണന്റും. പക്ഷെ ഹിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക, ഹൊറിസോണ്ടൽ ഡയറക്ഷൻ മാറ്റൂല, 2y തന്നെ ആയിരിക്കും. ഹൊറിസോണ്ടൽ ഡയറക്ഷൻ മാറ്റൂല. പക്ഷെ വെർട്ടിക്കൽ കമ്പോണന്റിൽ എന്ത് സംഭവിച്ചു, ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തു. വെർട്ടിക്കൽ കമ്പോണന്റ് മുകളിലോട്ടുള്ളത് എന്തായി, താഴ്ത്തിക്കായി. അപ്പൊ നമ്മൾ എന്ത് എഴുതാം, 2y - 3j എന്നാണ് എഴുതാൻ. 2y എന്ന് വെച്ചാൽ രണ്ട് കേസിലും ഇനിഷ്യലും ഫൈനലൊക്കെ ഹൊറിസോണ്ടൽ തന്നെയാണ്, മാറ്റൂല, പോസിറ്റീവ് x ഡയറക്ഷൻ. പക്ഷെ വെർട്ടിക്കൽ കമ്പോണന്റ് ഇനിഷ്യലി മുകളിലോട്ടായിരുന്നു, ഹിറ്റ് ചെയ്യുമ്പോൾ താഴത്തോട്ടേക്ക്, -3j. 2y - 3j വരും, ഓപ്ഷൻ. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം, ഒരു പ്രൊജക്ടൈൽ മോഷന്റെ ഹൊറിസോണ്ടൽ റേഞ്ചും മാക്സിമം ഹൈറ്റും ഈക്വൽ ആണെങ്കിൽ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്താ? ഞാൻ അതിനൊരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. അത് ഹൊറിസോണ്ടൽ റേഞ്ച് n ടൈംസ് മാക്സിമം ഹൈറ്റ് ആണെങ്കിൽ, ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത് n ടൈംസ് മാക്സിമം ഹൈറ്റ് ആണെങ്കിൽ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് tan 1 4/n ആയിരിക്കും. ഓക്കെ, ഈ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഹൊറിസോണ്ടൽ റേഞ്ച് ഈസ് n ടൈംസ് മാക്സിമം ഹൈറ്റ് ആണെങ്കിൽ തീറ്റ വിൽ ബി ഈക്വൽ ടു tan 1 4/n. തീറ്റ മീൻസ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. ഇവിടെ റേഞ്ച് ഈക്വൽ ടു h എന്ന് തന്നിരിക്കുന്നു അല്ലേ. റേഞ്ച് ഈക്വൽ ടു h എന്ന് വെച്ചാൽ അർത്ഥം എന്താ, അവിടെ n ന്റെ വാല്യൂ 1 ആണ്. അപ്പൊ തീറ്റ ഈക്വൽ ടു എന്ത് കിട്ടും, tan 1 4/1 എന്ന് കിട്ടും.
that is tan inverse 4 എന്ന് കിട്ടും. tan inverse 4 വരുന്ന ഓപ്ഷൻ ഏതാ? ബി ആണ്. സിമ്പിൾ. അപ്പോൾ ഈ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ചോദ്യം. A missile is fired for maximum range with initial velocity 20. So range of the missile. അപ്പോൾ മാക്സിമം റേഞ്ച് കിട്ടത്തക്ക രീതിയിലാണ് മിസൈൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ മാക്സിമം റേഞ്ച് എന്ന് പറയുന്നതുകൊണ്ട് ഇക്വേഷൻ എന്താ? മാക്സിമം റേഞ്ച് u²/g ആയിരിക്കും. മാക്സിമം റേഞ്ച് അതിന്റെ ആംഗിൾ 45. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. മാക്സിമം റേഞ്ചിന്റെ ആംഗിൾ 45 ഡിഗ്രിയാണ്. അല്ലെങ്കിൽ മാക്സിമം റേഞ്ചിന്റെ ഇക്വേഷൻ u²/g ആണ്. അപ്പോൾ 20² 10 എടുക്കുക. g 10 അല്ലേ? 400/10 എന്ന് കിട്ടും. യു വിൽ ഗെറ്റ് 40 മീറ്റർ എന്ന് കിട്ടും. ഓപ്ഷൻ എ. സോ ആൻസർ ഓപ്ഷൻ എ. അടുത്ത ചോദ്യം. Speed of projectile at its maximum height is half of its initial speed. ഈ പ്രൊജക്ടൈൽ മോഷന്റെ സ്പീഡിന്റെ പ്രത്യേകത എന്താ? നമ്മൾ വെലോസിറ്റി u വെച്ചിട്ടാണ് പ്രൊജക്ട് ചെയ്യുന്നതെങ്കിൽ ഹൊറിസോണ്ടൽ കമ്പോണന്റ് u cos θ ഉണ്ടാവും, വെർട്ടിക്കൽ കമ്പോണന്റ് u sin θ ഉണ്ടാവും. നമുക്ക് അറിയുന്ന കാര്യമാണ്. അതിൽ മാക്സിമം ഹൈറ്റിൽ നമ്മൾ വെർട്ടിക്കലി മുകളിലോട്ട് എറിയണമെങ്കിൽ 0 ആയിരിക്കും. പക്ഷേ പ്രൊജക്ടൈൽ മോഷന്റെ കേസിൽ ദിസ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് u cos θ റിമെയിൻസ് സെയിം. നിങ്ങൾ ഏത് പോയിന്റ് വേണമെങ്കിലും എടുത്താലും അവിടുത്തെ u cos θ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ മാക്സിമം ഹൈറ്റിൽ വെലോസിറ്റി എന്ത് തന്നെയായിരിക്കും? u cos θ തന്നെയായിരിക്കും. വെർട്ടിക്കലി മുകളിലോട്ട് എറിയണമെങ്കിൽ 0 ആയിരിക്കും. പക്ഷെ ഈ ഒരു കേസിൽ u cos θ ആയിരിക്കും. മാത്രമല്ല ഇവിടെ എക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴത്തോട്ടിക്കല്ലേ. എക്സലറേഷനും വെലോസിറ്റിയും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആവുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണത്. ഓക്കെ, എക്സലറേഷനും വെലോസിറ്റിയും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആവുന്ന ഒരു എക്സാമ്പിൾ കൂടിയാണ് ഈ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഇതിന് വേറൊരു എക്സാമ്പിൾ കൂടി നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുമോ? കമന്റ് ചെയ്താൽ മതി. എക്സലറേഷനും വെലോസിറ്റിയും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആവുന്ന ഒരു സിറ്റുവേഷൻ എന്തായിരിക്കും? ഒന്നിൽ കൂടുതൽ സിറ്റുവേഷൻസ് ഉണ്ട് എന്തായാലും, അതൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പൊ ഞാൻ ഒരു സിറ്റുവേഷൻ എക്സാമ്പിൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരു സിറ്റുവേഷനും കൂടി നിങ്ങൾ എനിക്ക് കമന്റിൽ പറയാം. അറ്റ് വാട്ട് കണ്ടീഷൻ എക്സലറേഷൻ പെർപെൻഡിക്കുലർ ടു വെലോസിറ്റി. നമുക്ക് നോക്കാം എന്തൊക്കെ ടൈപ്സ് ആൻസർ വരുന്നുള്ളത്. ശരി, അപ്പൊ ഇതൊന്നല്ല ഇവിടുത്തെ ചോദ്യം, ഇതൊക്കെ എക്സ്ട്രാ പോയിന്റ്സ് ആണ്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? മാക്സിമം ഹൈറ്റിലെ വെലോസിറ്റി എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റിന്റെ പകുതിയാണ്. അതല്ലേ തന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ യു ക്യാൻസൽ ആവും. തീറ്റ എന്താന്നല്ലേ ചോദ്യം? യു വിൽ ഗെറ്റ് cos θ ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. cos θ 1/2 ആണെങ്കിൽ തീറ്റന്റെ വാല്യൂ എത്രയാ? 60 ഡിഗ്രി. തീറ്റ 60 ഡിഗ്രി ഓപ്ഷൻ. ഓക്കെ, അടുത്ത ചോദ്യം. ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ പറഞ്ഞുതരാം. എയും ബിയും മ്യൂച്വലി പെർപെൻഡിക്കുലർ. നേരത്തെ ചെയ്ത പോലെ ഒരു ചോദ്യമാണ്. ഐ തിങ്ക് നമ്മുടെ ലാസ്റ്റ് ചോദ്യം ഈ ഒരു പാർട്ടില്. ഇനിഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട് 2y + 3j. എക്സലറേഷൻ തന്നിട്ടുണ്ട് 0.3i + 0.2j. വാട്ട് ഈസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ആഫ്റ്റർ 10 സെക്കൻഡ്? 10 സെക്കൻഡ് കഴിയുമ്പോൾ വെലോസിറ്റി എന്താ? നമുക്കറിയാം v = u + at. അതിപ്പോ വെക്ടർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതേപോലെ അങ്ങോട്ട് എഴുതിയാൽ മതി. വെക്ടർ v = വെക്ടർ u + at. അതിൽ വെക്ടർ u ആണ് തന്നിരിക്കുന്നത് കേട്ടോ, 2y + 3j. എക്സലറേഷൻ എന്താ തന്നിരിക്കുന്നത്? 0.3i + 0.2j ഇൻറ്റു ടൈം 10 എന്ന് കിട്ടും. ടൈം 10 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നോട് ഇവിടെ ഞാൻ എഴുതാം. വെക്ടർ v = 2y + 3j പ്ലസ് എക്സലറേഷന് 0.3i + 0.2j ഇൻറ്റു 10. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2y + 3j + 0.3 × 10, 3i + 2j. That is equal to 5i + 5j എന്ന് കിട്ടും. Or you can write 5 × i + j. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 5 × മാഗ്നിറ്റ്യൂഡ് ഓഫ് i + j ചെയ്താൽ മതി അല്ലേ? സോ 5 × iന്റെ കോഎഫിഷ്യന്റ് 1 ആണ്, jന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. സോ 5 × √2 എന്ന് കിട്ടും. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് 5 × √2, ഓപ്ഷൻ ബി. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്ത സെഷൻ ഇതിന്റെ അടുത്ത പാർട്ട്, ഒരു പാർട്ട് കൂടി വരും.
വെക്ടേഴ്സും സർക്കുലർ മോഷനൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഇതിന്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. സോ ബൈ, സീ യു, ടേക്ക് കെയർ. ബൈ ബൈ.